നിങ്ങളുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനും സൗഖ്യമാക്കാനും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ ഞാൻ ഒരു വിശ്വാസിയായി മാറി നിങ്ങളുടെ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കും. വാക്കിനാൽ ഈ യൂണിവേഴ്സിനെ മൊത്തം പടച്ച ഒരു ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ക്യാൻസർ മാറ്റാനാണോ പാട് എന്ന് സ്വാഭാവികമായും ഏതൊരു വിശ്വാസിയും ചിന്തിക്കത്തുള്ളൂ. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എപ്പോഴും വിശ്വാസികൾ പറയുന്നത് ഇപ്പോൾ ക്യാൻസറിന് മരുന്നുണ്ടോ, എയ്ഡ്സിന് മരുന്നുണ്ടോ, ഈ ഒരു കാര്യം കൂടെ പോയിന്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ അതൊക്കെ TPMലാണ്. നമ്മളൊന്നും അതൊന്നും വെച്ച് ഉറപ്പിക്കാറില്ല. ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല, മരുന്നെടുക്കേണ്ട ആവശ്യമില്ല, ഡോക്ടറെ കാണണ്ട, അങ്ങനെയൊന്നും പൈസ ചിലവാക്കണ്ട. നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ മാത്രം മതി, നിങ്ങൾക്കുള്ള സൗഖ്യം ഞങ്ങൾ റെഡിമെയ്ഡായിട്ട് തന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇതിനെ പൊതുവിൽ പറയാറ് ദൈവീക രോഗശാന്തി അല്ലെങ്കിൽ മിറക്കിൾ ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ് എന്നൊക്കെയാണ്. നമ്മൾ മലയാളികൾക്ക് ഇത് ഏറ്റവും സുപരിചിതവുമാണ്. ഈ ഒരു തട്ടിപ്പ് മേഖലയിൽ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ളത് പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാനും ഈ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസി തന്നെയാണ്. മരുന്നൊക്കെ എടുക്കുമായിരുന്നു, എങ്കിൽ പോലും ദൈവത്തിന് സൗഖ്യമാക്കാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പല ആളുകളും വിശ്വസിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇവരുടെ ഈ ടെസ്റ്റിമണീസ്, അനുഭവ സാക്ഷ്യങ്ങളാണ്. യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസറിൽ നിന്ന് രക്ഷിച്ചതും മരണത്തിൽ നിന്ന് രക്ഷിച്ചതും അങ്ങനെ പല അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നെപ്പോലുള്ള ഒരാൾക്ക് കൊച്ചിലേ തൊട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ദൈവം സർവ്വശക്തനാണ്. വാക്കിനാൽ ഈ യൂണിവേഴ്സിനെ മൊത്തം പടച്ച ഒരു ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ക്യാൻസർ മാറ്റാനാണോ പാട് എന്ന് സ്വാഭാവികമായും ഏതൊരു വിശ്വാസിയും ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും ഇത് വിശ്വസിച്ച് വന്നിരുന്നത്. ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് പലരുടെയും അനുഭവസാക്ഷ്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരേപോലെ പറയുന്ന ഒരു അനുഭവസാക്ഷ്യമാണ് അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അത് പക്ഷേ പിന്നീട് ഇതിൽ നിന്ന് പുറത്തൊക്കെ വന്ന് എനിക്കും ആ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനതൊന്ന് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അത് നിങ്ങളുടെ മൈൻഡും ബോഡിയും ഒരേപോലെ വർക്കാവാതെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളിപ്പം മരിക്കാൻ പോവുകയാണ്. പല സമയത്ത് ഇല്യൂഷൻസ് വരെ ഫീൽ ചെയ്യും. റൂമിൽ മറ്റൊരിടത്ത് ഒരാൾ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പോലും തോന്നാറുണ്ട്. വിശ്വാസിയായിരിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ എടുക്കാറ് മാത്രമാണ്. എന്തായാലും ഈ രോഗശാന്തിയെക്കുറിച്ച് പെന്തക്കോസ്തിലെ ഒരു പ്രമുഖ പാസ്റ്ററിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ എത്രയോ ദൈവകുഞ്ഞുങ്ങൾ മരുന്നെടുക്കാൻ നിൽക്കുന്നു, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു. ഈ ബാബുജാനെ ഈ പൈത്തോമി 4 വയസ്സിൽ കൊണ്ടുവന്നു. 4 വയസ്സിൽ. ഇപ്പം പുള്ളിക്ക് 71 വയസ്സുണ്ട്. അപ്പോൾ എത്ര കൊല്ലമായി പൈത്തോമിലായിട്ട്? ഇന്ന് വരെ വിക്സ് പോലും എടുത്തിട്ടില്ല. ഇത് വല്ലതും പൊട്ടന്മാരോട് പറഞ്ഞ ബാബുജാനെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ഒരു മരുന്നും എടുത്തിട്ടില്ല. അങ്ങനെ എത്രയോ പേര്. ഇപ്പോൾ കാവാൽജി പറയുന്നത് TPM സഭയെക്കുറിച്ചാണ്. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന TPM സഭയാണ്. അതിലെ തിരുവല്ല സെൻറ്ററിനെ കുറിച്ച് തന്നെയാണ് പുള്ളി പറയുന്നത്. TPMലൊക്കെ ഈ സുവിശേഷ വേലക്കാർക്ക് അവരുടെ പാസ്റ്റർമാരെ, സിസ്റ്റർമാരെ, മദർമാരെന്നൊക്കെ പറയും, ഇവർ കല്യാണം കഴിക്കത്തില്ല. അവർക്കൊക്കെ ഇപ്പോഴും വിലക്കപ്പെട്ട ഒരു കനി തന്നെയാണ് മരുന്നെടുക്കുക, മരുന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും തന്നെ മരുന്നെടുക്കാറില്ല, മരുന്ന് കഴിക്കാറില്ല, ഡോക്ടറെ പോയി കാണാറില്ല. പക്ഷേ അവരെല്ലാവരും തന്നെ കണ്ണിന് കാഴ്ച പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ കണ്ണട വെക്കാൻ മറക്കാറില്ല. അവരെല്ലാവരും തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനേ, പ്രഷർ ടെസ്റ്റ് ചെയ്യാനേ ആത്മാർത്ഥത കാണിക്കാറുമുണ്ട് അവർ. ഇതാണ് ഇതിലെ വിരോധാഭാസം. നമ്മുടെ കാവാൽജി ഇവിടെ പ്രശംസിച്ച് പറയുന്നത് 71 വർഷമായിട്ട് മരുന്നെടുക്കാത്ത സെൻട്രൽ പാസ്റ്ററായ ബാബുവിനെ കുറിച്ചാണ്. എന്നിട്ട് അത് പറഞ്ഞു തീരുന്നതിൻ്റെ അവസാനം പുള്ളി ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാർക്ക് ഇതുവെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുമെന്നും പറയുന്നുണ്ട്. നിന്ദിക്കുകയാണ്, മരുന്നെടുക്കുന്ന ആൾക്കാരെ നിന്ദിക്കുകയാണ്. ഇവരെല്ലാം കണ്ടില്ലേ, ഇവരൊക്കെ ഇത്രയും വർഷമായിട്ടും ജീവിച്ചില്ലേ, മരുന്നൊന്നും എടുക്കാതല്ലേ, എന്നിട്ട് ഈ പൊട്ടന്മാരോട് ഇതുവെല്ലാം പറഞ്ഞാൽ മനസ്സിലാകൂ. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, അതെന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ ഇൻഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ പഠിച്ച വ്യക്തി ആയിരിക്കുമല്ലോ നമ്മുടെ എല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്തുകൊണ്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്, ഇൻ കേസ് മരുന്നെടുക്കാത്തവരും ഉണ്ടെങ്കിൽ. അതിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആൻറ്റിബോഡി, ഇപ്പോൾ വൈറസ്, ബാക്ടീരിയ അങ്ങനെ പോലുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേന് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സാധനത്തിനെ തുരത്തി ഓടിക്കുന്നു. ആ വഴിക്ക് നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും മോചനം കിട്ടുന്നു. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഇവരൊരു അസുഖം വരുമ്പോഴത്തേന് മരുന്നും മണ്ണാങ്കട്ടിയൊന്നും എടുക്കാതെ ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും പാസ്റ്ററിൻ്റെ കീഴിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇവരെ ആ ഒരു സാധനത്തിൽ നിന്ന് രക്ഷിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരും. അന്നേരത്തേന് ഇവർ ആ സാധനത്തിനെയും കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇവരുടെ ദൈവത്തിനെയും പാസ്റ്ററിനും ഒക്കെ സ്തുതി അർപ്പിക്കും. ഒന്നാമത്തെ ഒരു റീസൺ ഇതാണ്.
രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഒരു കാലയളവിൽ ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും സാമ്പത്തികമായും മെച്ചപ്പെട്ട ഒരു സമയത്ത് ഇവർ പ്രാർത്ഥനയുടെ കൂടെ തന്നെ മരുന്നും എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ആൾക്കാർ രക്ഷപ്പെട്ടു വന്ന് സാക്ഷ്യം പറയുന്നത്. അവർ പോയി മരുന്നും എടുക്കും, അതിൻ്റെ കൂടെ തന്നെ പാസ്റ്ററിൻ്റെ അടിയിൽ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവസാനം രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേന് ഇവർ മരുന്നിനെയും മറക്കും, ആശുപത്രിയിൽ പോയതും മറക്കും. കംപ്ലീറ്റ് ക്രെഡിറ്റും ദൈവത്തിനും പാസ്റ്ററിനും. അതാണ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. പിന്നീട് മൂന്നാമതായിട്ട് വരുന്ന ഒരു സൈക്കോളജിക്കൽ ആശ്വാസമാണ് ഇവർക്ക് കിട്ടുന്നത്. പ്ലസിബോ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ഇല്യൂഷൻ ഉണ്ടാവുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങൾ ഹീൽഡായി, നിങ്ങൾക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും മോചനം കിട്ടി, അങ്ങനെ ഒരു വിചാരം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് മാത്രമാണ് ഈ ഒരു എഫക്റ്റ്. അത് ടു ആൻഡ് എക്സ്റ്റെൻഡ് നിങ്ങളെ സഹായിക്കാറുമുണ്ട്. അന്ധഭക്തിയുള്ള ആൾക്കാർ എക്സ്ട്രീംലി ദൈവം അവരെ സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിക്കും. രണ്ടാമത്, ഇങ്ങനെ ഒരു മാർക്കറ്റിങ്ങിലൂടെ ആയിരിക്കുമല്ലോ ഈ ഒരു പാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗവും മാറും എന്ന രീതിയിൽ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാറ്. അപ്പോൾ ആ ഒരു പാസ്റ്ററിൻ്റെ മേളിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം കാരണം അവർ വിചാരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ്ലി ഞാൻ റിക്കവറായി എന്നൊരു ആശ്വാസത്തിൽ ഇവർ വീട്ടിൽ പോകും. ഈ ഒരു പ്ലസിബോ എഫക്റ്റ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിനെ ഒന്ന് പറ്റിക്കുന്നത് മാത്രമാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും ഇല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ ഉള്ള കാര്യത്തിൻ്റെ തോത് ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞു എന്നൊരു ഫീലിംഗ് തരും. അപ്പോൾ വളരെ ബേസിക്കലി 3 റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദൈവിക രോഗശാന്തി എന്നൊരു ഇല്യൂഷൻ ഫീൽ ചെയ്യുന്നത്. ഒന്നാമത്തത് ബയോളജിക്കൽ, അത് ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കാരണം. രണ്ടാമത്തത് ഈ മെഡിസിനും പ്രയറും കൂടെ മിക്സ് ചെയ്തുള്ള പരിപാടിയുണ്ട്. മൂന്നാമത്തത് ഈ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഈ ഒരു പ്ലസിബോ എഫക്റ്റ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഉണ്ടായി വന്നു എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള ദൈവിക രോഗശാന്തിയൊക്കെ കൂടുതലും പോപ്പുലർ ആയത് ആളുകൾക്ക് ഫിനാൻഷ്യലി വെല്ലല്ലാത്തൊരു സമയത്ത്. രണ്ടാമത്, നമ്മുടെ ഹെൽത്ത് കെയറ്, മെഡിസിൻ കാര്യങ്ങളൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത, ആളുകളിലേക്ക് എത്താൻ കഴിവില്ലാത്തൊരു സമയത്തായിരുന്നു ഈ സാധനം ഇത്രയും പോപ്പുലർ ആയത്. ആ ഒരു സമയത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് നോക്കിയിട്ടാണ് ആളുകൾ ഇതിലേക്ക് വരുന്നത്. TPM-ലൊക്കെ പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസി അബദ്ധവശാൽ മരുന്നെടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ വർഷങ്ങളോളം മാസങ്ങളോളം മുടക്കി ഇരുത്തുക എന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് പക്ഷേ വിശ്വാസികളെല്ലാം വിട്ടിട്ട് പാസ്റ്റർമാർക്കും സിസ്റ്റർമാർക്കും ഒക്കെ എടുക്കാൻ പറ്റത്തില്ല എന്നൊരു രീതിയിൽ കൊണ്ടെത്തിച്ചത് നമ്മളുടെ ഈ ഒരു സോഷ്യൽ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ബെറ്റർ ആയതുകൊണ്ടാണ്. ആൾക്കാർക്ക് വിവരം വെച്ചു, ബോധം വെച്ചു. പക്ഷേ ഇപ്പോഴും വിവരവും ബോധവും ഇല്ലാതെ ഒത്തിരി പേര് ഇതിൻ്റെ പേരിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു TPM-ലൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, 50 വയസ്സ് 40 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു പ്രക്രിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, പലയിടത്തും. ഈയിടയ്ക്ക് നമ്മളൊരു ന്യൂസ് കണ്ടു, വേറെ ഏതൊരു ചർച്ചിൻ്റെ, IPCയുടെയോ ഏതിൻ്റെ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാതെ അവസാനം പഞ്ചായത്ത് മെമ്പർ വന്നിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. ഈ ഒരു കാര്യം കൂടെ പോയിൻ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ അതൊക്കെ TPM-ലാണ്. നമ്മളൊന്നും അതൊന്നും വെച്ച് ഉറപ്പിക്കാറില്ല. ഇവരുടെ ഏറ്റവും വലിയൊരു അടവാണ് ഇവിടുന്ന് ചാടി അപ്പുറത്ത് പോവുക, അപ്പുറത്തും ചാടി ഇപ്പുറത്ത് വരിക. ഇവരുടെ കയ്യിലെല്ലാം ഈ ഒരു സാധനങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം വന്നു കഴിയുമ്പോഴത്തേനും മറ്റവൻ്റെ തലയിൽ അടിച്ചിട്ട് കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഈ ഒറ്റ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, എല്ലാ പ്രസ്ഥാനത്തിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസം ഉള്ളവർ കൂടുതലുണ്ട്. പിന്നെ പർട്ടിക്കുലർലി ഇതിനകത്ത് അളവിൽ കൂടുതലായിരിക്കും അങ്ങനെയുള്ള അന്ധവിശ്വാസികൾ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് കാവാൽജിയുടെ ആ ബാക്കിയുള്ള ഒരു വീഡിയോ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ, പറഞ്ഞോട്ടെ. പറ കുട്ടാ, എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഇതൊക്കെ കേൾക്കാനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നേ. എന്തെല്ലാം വിഡ്ഢിത്തരം പറഞ്ഞു, ഇതെല്ലാം നമ്മൾ കേട്ടില്ലേ, നീ ഇതും കേൾക്കാം. ചെറിയ അനുഭവം. ഞാൻ ഏറെ വർഷങ്ങൾ മരുന്ന് അങ്ങനെ ഉപയോഗിക്കുകയില്ലായിരുന്നു. അത് തീരുമാനമൊന്നും എടുത്തതല്ല, വേണ്ടാണ്. സാധാരണ അസുഖങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. മരുന്നിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അമേരിക്ക ചെന്നപ്പോൾ ഉറക്കമുള്ളപ്പം യാത്രയും അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ട് വന്ന് പ്രഷർ അങ്ങ് കണ്ടമാനം കൂടി, നല്ലതുപോലെ പ്രഷർ കൂടി. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുക, അവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ മുഖാന്തരം വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അതിൻ്റെ ഭാഗത്ത് അല്പം അപാകത എന്ന് പറഞ്ഞാൽ ഞാനും അതിനെ വിധേയപ്പെടേണ്ടി വന്നു. ഡോക്ടറൊക്കെ വന്ന് കണ്ട് എല്ലാം പരിശോധിച്ചപ്പോൾ പ്രഷർ നന്നായിട്ട് കുറയുന്നില്ല, അങ്ങ് കൂടുക. അപ്പം വീട്ടുകാർക്കും എല്ലാം എല്ലാവരുടെ താല്പര്യവും ഞാനും താല്പര്യപ്പെട്ടു. പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുത്തു എടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കങ്ങ് വലിയ മനപ്രയാസം, അയ്യോ മരുന്ന് എടുത്തല്ലോ. അപ്പം എന്നോട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, പാസ്റ്റ് ഇവിടുന്ന് തിരിച്ചങ്ങ് അമേരിക്കയിൽ നിന്ന് പോയി കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കൂ, ഡോക്ടറെ കണ്ടേച്ച് നാട്ടിൽ. അങ്ങനെ ഞാനും അങ്ങ് ചിന്തിച്ചു, നമ്മൾ മുഖാന്തരം അവർക്ക് ഒരു പ്രയാസം വേണ്ട, ഞാനും അതിന് വിധേയപ്പെടേണ്ടി വന്നു. ഈ ടാബ്ലറ്റ് എടുത്തു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് നിർത്തി. ഒരാഴ്ച കഴിഞ്ഞ് കുമളിയിലൊരു ശുശ്രൂഷയ്ക്ക് എന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. വൈകിട്ട് പ്രസംഗിക്കണം, പകലത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അപ്പം പെട്ടെന്നൊരു ക്ലിനിക്കിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ പ്രഷർ ഹൈ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രഷറിൻ്റെ മരുന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എടുത്തതാ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു, പെട്ടെന്ന് അത് എടുക്കണം, നല്ല പ്രഷറുണ്ട്. വൈകിട്ട് പ്രസംഗിക്കാൻ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എന്നാൽ അത് എടുത്തേച്ച് പോകാൻ പറഞ്ഞില്ലേ, പ്രസംഗം പൂർത്തീകരിക്കുകയല്ലോ, പുള്ളിയുടെ ശൈലിയാണ്. പിന്നെയും അത് എടുത്തു. പുള്ളി ആദ്യം പറയുന്നുണ്ട് പുള്ളിക്ക് മരുന്നെടുക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ നമുക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ടാണല്ലോ, നമുക്കൊക്കെ കൊതിയല്ലേ ഒരു മരുന്ന് ഇങ്ങോട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ കൊതിച്ച് നോക്കിയിരിക്കുക. പിള്ളേരൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്നു. അങ്ങനെ എന്നാണ് പുള്ളിയുടെ ഒരു വിചാരം. ഈ ബേസിക്കലി നമ്മളിവിടെ കണ്ടത് പുള്ളി അവിടെ കിടന്ന് മെഴുകുന്നതാണ്. ആവുന്ന കാലത്ത് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ പുള്ളി കണ്ടവരെ എല്ലാം പൊട്ടൻ വിഡ്ഡി എന്നൊക്കെ വിളിച്ച് ഓടി നടന്നു.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളി മരുന്നെടുത്ത് കഴിയുമ്പോഴത്തേന് ആൾക്കാർ എന്നിട്ട് ചോദിക്കും, എന്താ നാറി നീ ഇത്രയെല്ലാം ഞങ്ങളെ ചീത്ത വിളിച്ചിട്ട് നീ മരുന്നെടുത്തല്ലോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മുൻകൂർ ജാമ്യമായിട്ട് പുള്ളിയുടെ എൻ്റെ ഒരു കഥ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കള്ളൻ അങ്ങ് ന്യായീകരിച്ചത്. ബൈബിളിൽ ഒരു വചനമുണ്ട്, നമ്മളെ ഈ വചനം എടുത്ത് വെച്ചാണല്ലോ ഇവർ തകർക്കുന്നത്. അപ്പോൾ ആ വചനം എടുത്ത് വെച്ച് തന്നെ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളിൽ ഒരാൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മല നീങ്ങിപ്പോവെന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ വിശ്വാസം പഠിപ്പിക്കുന്ന, ആ വിശ്വാസം പ്രസംഗിക്കുന്ന കാവാൽജിക്ക് ഒരു പ്രഷർ വന്നപ്പം അങ്ങോട്ട് പ്രഷറെ നീങ്ങിപ്പോ എന്ന് പറയാൻ പറ്റാത്തതാണോ? പുള്ളിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ? ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നങ്ങ് പറ കാവാലഞ്ചി. പുള്ളിക്ക് പ്രഷർ കൂടിയപ്പോഴത്തേന് പുള്ളി പ്രാർത്ഥിക്കാനോ ദൈവിക രോഗശാന്തിക്കോ വേണ്ടിയിട്ട് ഒന്നും നിന്നില്ല. പുള്ളി അന്നേരം ഓടി ഡോക്ടറിൻ്റെ അടുക്കൽ പോയി, ഇല്ലെങ്കിൽ തട്ടിപ്പോകുമെന്ന് പുള്ളിക്ക് നല്ല രീതിക്ക് അറിയാം. ഇത് തന്നെയാണ് ഈ പുരോഹിത വർഗത്തിൻ്റെ ഇരട്ടത്താപ്പ്. നിങ്ങളെ കളിയാക്കും, നിങ്ങളെ പുച്ഛിക്കും, നിങ്ങളെ മുടക്കിയിരുത്തും, പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവർക്കൊരാവശ്യം വരുമ്പം ഇവരോടി ആശുപത്രിയിൽ പോകും. മരുന്നെടുക്കാതെ ഇവരുടെ കളിയാക്കൽ പേടിച്ചിട്ട് നിങ്ങൾ ആശുപത്രിയിൽ പോകാതിരിക്കുകയാണെങ്കിൽ പോകുമ്പം ആർക്കാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കേ പോകത്തുള്ളൂ. ഈ പാസ്റ്റർമാരോ അല്ലെങ്കിൽ നമ്മുടെ കൃപാസനത്തിലെ അച്ഛനൊക്കെ ഒരു അസുഖം വന്നപ്പോഴത്തേനും ഓടിപ്പോയത് അമേരിക്കയിലാണ്. ഇവിടെ പോലും ചികിത്സിച്ച പോരാ എന്ന് കണ്ടിട്ട് പുള്ളി നേരെ അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാം കൈയൊഴിയും. ഇവരുടെ ഒരാവശ്യം വരുമ്പോൾ ഇവർക്ക് ജീവന് ഹാനികരം എന്ന് തോന്നുമ്പോഴത്തേന് ഇവരോടി ആശുപത്രിയിൽ പോകും. ഇവരുടെ പ്രസംഗം കേട്ടിട്ട് കോരിത്തരിച്ചിട്ട് നിങ്ങൾ മരുന്നെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ അവസാനം ഭിത്തി കയറി പടവായിട്ടിരിക്കത്തേ ഉള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് ഇവരുടെ ഗ്ലോറിഫിക്കേഷനാണ്. ഈ മരുന്നെടുക്കാതെ മരിക്കുന്നവരുടെ ഒരു അടക്ക ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോഴത്തേന് ഇവരവരെ അങ്ങ് പൊക്കി മറ്റേ യേശുക്രിസ്തുവിൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കാൻ പോകുന്ന അവരാണ് എന്ന രീതിയിലാണ് ഇവർ സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും പറഞ്ഞ് അവരെ പുകഴ്ത്തുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേന് ബാക്കിയുള്ള വിശ്വാസികൾക്ക് ഒരു കോരിത്തരിപ്പാവും. എന്നാൽ പിന്നെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേർ എന്നെക്കുറിച്ച് ലോകത്തിലും നല്ലത് പറയും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പുറത്തെ സീറ്റും കിട്ടും. ഈ ഒരു ഗ്ലോറിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ. ഇവർക്ക് ആവശ്യം വരുമ്പം ഇവർ ഈ ലോകത്തിലെ എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു അന്ധവിശ്വാസം കാര്യത്തിലൊക്കെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചോളൂ, അതിൽ യാതൊരുവിധ പ്രശ്നമില്ല. എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഡോക്ടർമാർക്ക് എന്തെങ്കിലും നഷ്ടം വരാൻ പോകുന്നില്ല, ആർക്കും ഒരു നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മരുന്നെടുത്തിട്ട് ബാക്കിയിട്ട് ഒരു 50-50 എന്നൊക്കെ പറയില്ല, ഞാൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന തൊട്ട് നിങ്ങൾ എടുക്കാനുള്ള മരുന്നെടുക്കുക, അതിനുശേഷം പ്രാർത്ഥിച്ചോളൂ. അപ്പം പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പ്ലാസിബോ എഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേദന കാര്യങ്ങളൊക്കെ സഹിക്കാനുള്ള ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വിശ്വാസിയായിരുന്ന കാലത്ത് എനിക്കും ഈ രോഗശാന്തി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. എനിക്ക് പല പ്രാവശ്യം പനി വന്നപ്പോഴും വയറിളക്കം വന്നപ്പോഴും അങ്ങനെയുള്ള പല പ്രാവശ്യവും ഞാൻ ആശുപത്രിയിൽ കാര്യങ്ങളിലൊന്നും പോകാതെ പ്രാർത്ഥിച്ച് മാത്രം എനിക്കിതൊക്കെ ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഓടിപ്പിടിച്ച് ആശുപത്രിയിൽ പോകണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ അതിന് പകരം എന്തെങ്കിലും സിവിയറായിട്ടുള്ള അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടതുണ്ട്, മരുന്നെടുക്കേണ്ടതുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എപ്പോഴും വിശ്വാസികൾ പറയുന്നത്, ഇപ്പോൾ ക്യാൻസറിന് മരുന്നുണ്ടോ, എയ്ഡ്സിന് മരുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, 50 വർഷം മുമ്പ് പല അസുഖങ്ങൾക്കും ഒരു മരുന്നും ഇല്ലായിരുന്നു. അന്ന് ആൾക്കാർ പല അസുഖം വന്നും മരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അന്നും നിങ്ങൾ ആ ഒരു അസുഖത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന് മരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ദൈവം വലിയ സൗഖ്യമാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു 50 വർഷം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും മരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ അത്ഭുത രോഗശാന്തിക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഈ കൊറോണയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങളിങ്ങനെ എന്നെപ്പോലുള്ളവരുടെയൊക്കെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്നത്? ഇതൊക്കെ അങ്ങ് തെളിയിക്കാനായിട്ട് നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു വാർഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ വാർഡ് വരെ ഒരു ദിവസം കൊണ്ട് അവിടെ ഉള്ളവരെ എല്ലാം പ്രാർത്ഥിച്ചങ്ങ് സൗഖ്യമാക്കണം. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ വന്നിരുന്ന് ക്രിറ്റിസൈസ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? പിന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസം നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സയൻറ്റിസ്റ്റൊക്കെ നിങ്ങളെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് ഭേദമായവരെ എല്ലാം നോക്കിയിട്ട് പരിശോധിച്ച് അതിനുശേഷം അവർ തീർപ്പ് കൽപ്പിക്കും, ദൈവിക രോഗശാന്തി എന്നൊന്നുണ്ട്, അത് സയൻറ്റിഫിക്കാണ്, അത് നിലനിൽക്കുന്നു എന്നൊരു കാര്യം അത്രയും സിമ്പിളായിട്ട് തെളിയിക്കാനുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാൻ നമ്മുടെ ദൈവിക രോഗശാന്തിക്കാരെ കംപ്ലീറ്റ്ലി കണ്ണടച്ചങ്ങ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്കായിട്ടൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനും സൗഖ്യമാക്കാനും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് തെളിയിച്ച് തന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ ഞാൻ ഒരു വിശ്വാസിയായി മാറി നിങ്ങളുടെ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പറയുന്ന തൊട്ട് ചെവി കൂടെയുള്ള ഒരു യുക്തിവാദിയാണ് ഞാൻ. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആഴ്ചയ്ക്ക് എനിക്കത് ട്രിം ചെയ്ത് കളയുക, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അതെങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് വേണേൽ പ്രാർത്ഥിക്കാം, എങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ ചെവിയിലെ രോമവളർച്ച നിർത്തുകയാണെങ്കിൽ ആ ദിവസം മുതൽ ഞാൻ നിങ്ങളുടെ ദൈവത്തിനെ ഒരു സാക്ഷിയായി, അനുഭവ സാക്ഷിയായി മാറുന്നതായിരിക്കും.
ഈ ഒരു ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിന്ന് മരിച്ചുപോയ പല ആൾക്കാരെ നിങ്ങൾക്കറിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാൻഡിക്യാപ്പായി പോയിട്ടുള്ളവരെ. അങ്ങനെയൊക്കെയുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി അറിയിക്കുക. അതൊക്കെ കാണുമ്പോഴത്തേന് ബാക്കിയുള്ളവർക്കും ഇത് വെറും ഉടായിപ്പാണ് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.